ഇന്നും ജ്യോത്സ്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ബാധ ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു പത്രം വീട്ടിൽ വെച്ചാൽ ജീവിതം മാറുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. ഇത് രൂക്ഷമായിട്ട് തോന്നും. പക്ഷേ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാനിവിടെ പറയുന്ന ഒരു ജ്യോത്സ്യനെക്കുറിച്ചോ തന്ത്രിയെക്കുറിച്ചോ മതത്തിനെക്കുറിച്ചോ സഭയെക്കുറിച്ചോ ഒന്നുമല്ല. നമ്മൾ കളക്റ്റീവ്ലി നോർമലാക്കി വെച്ചിരിക്കുന്ന ഒരു ഉഡായിപ്പ് കച്ചവടത്തിനെ കുറിച്ചാണ്. ജ്യോത്സ്യം, ബാധ, ദോഷം, പൂജ, കൃപാസനം, പത്രം, ഇതൊക്കെ ചേർന്ന് മനുഷ്യനെ കൊതിപ്പിച്ച് ഭയപ്പെടുത്തി കാശുണ്ടാക്കുന്ന ഒരു സിസ്റ്റം. ദൈവത്തിന്റെ പേര് നിങ്ങളാരും കൊള്ളയടിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഭയം നിങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. ജ്യോത്സ്യം ഒരു തട്ടിപ്പാണ്. ഇത് പഴയതാണ്, പാരമ്പര്യമാണെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. പഴയതെല്ലാം സത്യമല്ല, അതിലുണ്ട് ഉടായ്പ്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ കറങ്ങുന്ന ഏതോ ഒരു ഗ്രഹം നിന്റെ ജോലി, നിന്റെ വിവാഹം, നിന്റെ കിടപ്പുമുറി ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ബുദ്ധിക്ക് സാരമായ എന്തോ പ്രശ്നമുണ്ട്. നിന്റെ പേടി, നിന്റെ നിസ്സഹായത, നിന്റെ പ്രതികരണം, ഇതൊക്കെയാണ് ഇവന്മാരുടെ ആയുധം. ഇവന്മാർ പറയുന്നതെല്ലാം എല്ലാവർക്കും ശരിയാകുന്ന കുറെ കാര്യങ്ങളാണ്. ഇനി അവർ പറയുന്നത് തെറ്റിയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ പറയുന്നത് തെറ്റിയാലോ? എഞ്ചിനീയർ പറയുന്നത് തെറ്റിയാലോ? പക്ഷെ ജ്യോത്സ്യം പറയുന്നത് തെറ്റിയാൽ അത് ദൈവവിധി. ശത്രു സംഹാര പൂജ ചെയ്തിട്ട് പിറ്റേ ദിവസം കുറെ ശത്രുക്കളെ വന്ന് നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഈ പൂജ ഫലിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ച് അമ്പലത്തിൽ പോയിട്ട് രസീറ്റുമായിട്ട് അമ്പലത്തിൽ പോകും. കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കൂ. അപ്പൊ അറിയാം ഇതെല്ലാം വെറും തട്ടിപ്പാണെന്ന്. ഇനി അടുത്തത് ബാധ. സത്യത്തിൽ ഈ ബാധ എന്ന് പറയുന്നത് വിശ്വാസമല്ല, മനുഷ്യാവകാശ ലംഘനമാണ്. വിശ്വാസത്തിന്റെ പേരിൽ മാനസിക പ്രശ്നമുള്ള, എന്തെങ്കിലും ട്രോമയുള്ള, ഡിപ്രഷനിലിരിക്കുന്ന ഒരാളെ ബാധ ഒഴിപ്പിക്കാൻ ആരെങ്കിലും കൊണ്ടുപോയാൽ അവരെ ആദ്യം പിടിച്ച് ജയിലിലിടണം. ഇതൊക്കെ ഒരു മാനസികാവസ്ഥയാണ്. പനി പോലെ ഒരു ചെറിയ രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ബാധയും കൊണ്ട് നടക്കുന്നത്. ബാധ ഒഴിപ്പിക്കാൻ പോയാൽ അവളെ കെട്ടിയിടാം, അവളെ അടിക്കാം, ശരീരത്തിൽ മുറിവേൽപ്പിക്കാം. സാരമില്ല, ദൈവത്തിന്റെ പേരിലല്ലേ. ദൈവത്തിന്റെ പേര് നടക്കുന്നതെല്ലാം ദൈവികമല്ല, ചിലതൊക്കെ ക്രൂരത മാത്രമാണ്. ഇതൊരു ചികിത്സയുമല്ല, ഇത് ടോർച്ചറാണ്, ടോർച്ചർ. അടുത്തതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഉടായ്പ്, കൃപാസനം പത്രം. തമിഴ്നാട്ടിൽ ഏതോ അണ്ണാച്ചിയുടെ പ്രസി പ്രിന്റ് അടിച്ചു വന്ന എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന ഒരു പത്രം. അത് വീട്ടിൽ വെച്ച കടം മാറും, ഐശ്വര്യം വരും, ചമ്മന്തി അരച്ച് കഴിച്ചാൽ രോഗം മാറും, അലമാരി വെച്ച കാശ് അട്ടിയായിട്ട് വന്നങ്ങ് നിറയും. ഇമ്മാതിരി ഉടായ്പാണ്. എവിടെങ്കിലും പോയി തലകുത്തി വീണ് നെറ്റി പൊളന്നാല് ആശുപത്രി പോയി സ്റ്റിച്ചിടുവോ, കൃപാസനം പത്രം കയറി നെറ്റി ഒട്ടിച്ചു വെക്കുവോ? കാലോ കയ്യോ വല്ല ഒടിഞ്ഞാല് ഇത് പത്രത്തിനകത്ത് പൊതിഞ്ഞു വെക്കൂ. എങ്കിൽ പിന്നെ എന്ത് കോപ്പിനാടോ ആശുപത്രി? പേപ്പർ കൊണ്ട് രോഗം മാറ്റാൻ പറ്റുമെങ്കിൽ ഈ ഡോക്ടർമാരൊക്കെ തട്ടിപ്പുകാരല്ലേ. പക്ഷെ ഇതൊന്നും ചോദിക്കുകയല്ല, അണ്ണാക്കിന്റെ പിരിവെട്ടും, ഇല്ലെങ്കിൽ ദൈവം വെട്ടിക്കും. ഇമ്മാതിരി ഉടായ്പം കൊണ്ട് പണിയെടുക്കാതെ കാശുണ്ടാക്കി ജീവിക്കുന്ന ആരാ? ഇവന്മാര് വേട്ടക്കാരാ. കാരണം ഇവിടെ ചോദ്യമില്ല, പരാതിയില്ല, പരിശോധനയില്ല. ഇത് രഹസ്യമല്ലേ. ഇത് പറഞ്ഞാൽ ദൈവം മൂക്കി കയറ്റും. രഹസ്യമാക്കി വെക്കണമെന്ന് പറയുന്ന എല്ലാ സ്പിരിച്വാലിറ്റിയും അപകടമാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതെങ്ങനെ ചോദ്യം ചെയ്യും? അവളെ എന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മിണ്ടാതിരിക്കാൻ. പുരോഹിതനെ ചോദ്യം ചെയ്യരുത്, തന്ത്രിയെ ചോദ്യം ചെയ്യരുത്, ദൈവത്തിനെ ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കാത്ത സമൂഹം കുറ്റവാളികൾക്കുള്ള നേഴ്സറിയാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കമന്റിൽ അച്ഛനും അമ്മയ്ക്കും വിളിക്കും. ചിലർ വിശ്വാസത്തെ അപമാനിച്ചു, മതത്തെ എതിർത്തു എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകി വരും. മനുഷ്യന് ദോഷം ചെയ്യുന്ന എല്ലാ അന്ധവിശ്വാസത്തിനെ എതിർക്കും. ഇമാതിരി വിശ്വാസം കൊണ്ട് എത്ര കുട്ടികൾ മിണ്ടാതിരിക്കുന്നുണ്ടായിരിക്കും? എത്ര സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും? അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും? എത്ര രോഗികൾക്ക് കൃത്യമായിട്ട് ചികിത്സ കിട്ടാതെ അവർ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും? ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. തിരിച്ചു വല്ലതും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ്. ഇത്രയും കാലം മിണ്ടാതിരിക്കുമല്ലായിരുന്നോ? ഇനിയെങ്കിലും പറയാൻ ശ്രമിക്കേ, തിരിച്ച് ചോദിക്കാൻ ശ്രമിക്കേ. നിങ്ങളെ ഒരു ജ്യോത്സ്യവും രക്ഷിക്കില്ല, ഒരു പൂജയും രക്ഷിക്കില്ല. ഒരു പാത്രം കീറി വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ തലയിലുള്ള തലച്ചോറ് വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ മതി, എല്ലാ പ്രശ്നങ്ങളും മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക.